ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് ദൈവസന്നിധിയിൽ പഠന വിഷയമായി നാം സമർപ്പിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപമൊഴികെ മനുഷ്യനോട് സദൃശനായി തീർന്ന് ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി സ്വയം സമർപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രനാം ദൈവമേ, ആ സ്വർഗീയമായ രക്ഷ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയും നാഥ നീ പ്രാപ്തരാക്കണമേ. അവിടുത്തെ തിരുവചനത്തിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവികമായ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെന്നാൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ നാം പഠിക്കുമ്പോൾ അവിടെ യേശുതമ്പുരാൻ്റെ ബലി അനുഷ്ഠാനത്തെക്കുറിച്ചും ആ ബലിയർപ്പണം ലേവ്യ പുരോഹിതന്മാർ അർപ്പിച്ചിരുന്ന ബലികളും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി കഴിഞ്ഞ വേദഭാഗത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. വീണ്ടും എബ്രായ ലേഖനം 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലേവ്യ പുരോഹിതന്മാരർപ്പിച്ച ബലിയും യേശുതമ്പുരാൻ്റെ ബലിയും തമ്മിലുള്ള ഒരു താരതമ്യം ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുകയുണ്ടായി. വീണ്ടും 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുതമ്പുരാൻ തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏക യാഗം അർപ്പിച്ച് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനായ മശിഹ തമ്പുരാൻ വീണ്ടും അവിടെ പറയുന്നത് 13-ാമത്തെ വാക്യത്തിൽ താൻ മറ്റുള്ളവരെ അടിച്ചമർത്തലിലൂടെ തൻ്റെ വിജയം നേടിയതല്ല, പിന്നെയോ തൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുത കാന്തിയിലൂടെ സകലത്തെയും അവൻ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ദൈവസ്നേഹത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിച്ച് തൻ്റെ പ്രഭാവലയത്തിൽ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ആത്യന്തികമായ ഒരു വിജയം തൻ്റെ മഹാപൗരോഹിത്യത്തിലൂടെ മശിഹ തമ്പുരാൻ നിറവേറ്റി എന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആ രക്ഷ പൂർണ്ണമായിരുന്നു എന്ന് 14-ാമത്തെ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. പൂർണ്ണത എന്ന് പറയുന്നത് ഒരു കാര്യം പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് അതിന് പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ബലിയർപ്പണം മൂലം എന്നേക്കുമായി മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന മശിഹ തമ്പുരാൻ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് മനുഷ്യമക്കളായ നമ്മളെയും ചേർത്ത് കൊള്ളുന്നതായ
അല്ലെങ്കിൽ മശിഹാ തമ്പുരാൻ ഒരിക്കലായി നിർവഹിച്ച ആ ബലി അത് എന്നേക്കും പൂർണ്ണമായിരുന്നു, അത് ആവർത്തിക്കേണ്ടതല്ല. ലേവ്യ പുരോഹിതന്മാർ ബലി ആവർത്തിച്ചിരുന്നു എങ്കിൽ യേശു തമ്പുരാൻ ഒരിക്കലായിട്ട് എന്നേക്കുമായി തൻ്റെ ജീവനെ തന്നെ മറുവിലയായി നൽകി ക്രൂശുമരണത്തിലൂടെ പിതാവായ ദൈവത്തെങ്കിലേക്കുള്ള പ്രവേശനം നമുക്ക് മശിഹാ തമ്പുരാൻ സാധ്യമാക്കി തീർത്തു. അതാണ് പുതിയ ഉടമ്പടിയായി 16-17 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ പുതിയ ഉടമ്പടി എന്ന് പറയുന്ന ദൈവത്തിനും മനുഷ്യനും മധ്യേ മശിഹാ തമ്പുരാൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് പ്രവേശനം നൽകിയതായ ഒരു ഉടമ്പടിയാണ് മശിഹാ തമ്പുരാൻ നമുക്ക് നൽകിയത് എന്ന് ഈ ലേഖനത്തിലുടനീളം പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലേവ്യ പുരോഹിതന്മാരുടെ ബലികൾ അപര്യാപ്തവും അപൂർണവും നിഷ്ഫലവുമായിരുന്നു എങ്കിൽ നിത്യ മഹാപുരോഹിതനായ ക്രിസ്തുവിൻ്റെ ബലി അത് ഫലമുള്ളതും പാപങ്ങൾ മോചിക്കുവാൻ പര്യാപ്തമായതും അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടതുമായ ബലിയായിരുന്നു ക്രിസ്തുവിൻ്റെ ബലി. അത് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനും വീണ്ടെടുപ്പിനും പര്യാപ്തമായിരുന്നു. ഇങ്ങനെയുള്ള ക്രിസ്തുവിനോട് ചേർന്ന് വിശ്വാസത്തിൽ വളരുവാനായിട്ടാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളുടെ ആരാധനകളും അതോടൊപ്പം തന്നെ ജീവിതവും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. നമ്മളുടെ ആരാധനയും നമ്മളുടെ ജീവിതവും സമരസപ്പെട്ടു പോവുകയും ആത്മീയമായി വർധന പ്രാപിക്കുകയും ചെയ്യണമെന്നാണ് ഈ വേദഭാഗങ്ങളിലൂടെ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്നും ക്രിസ്തുവിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോകുവാൻ ഒരു നാളും ഇടയാകരുത്. നമ്മളുടെ ആരാധനകളും നമ്മളുടെ പ്രാർത്ഥനകളും നമ്മളുടെ ശുശ്രൂഷകളും ഒക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായിരിക്കണം. ആരാധനയോടൊപ്പം തന്നെ ക്രിസ്തീയ ധാർമ്മികത പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമത്രേ. നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ആരാധനയുമൊക്കെ ആത്മീയമായ നന്മയിലേക്കും പൂർണ്ണതയിലേക്കും വളരണമെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം വ്യക്തി ജീവിതത്തിലൂടെ ക്രിസ്തീയ വിശ്വാസം ക്രിയാത്മക തലത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കണം. അതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അതിൽ നിന്ന് വീണു പോകുവാൻ ഇടയാകരുത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 10-ാം അധ്യായം 19 മുതൽ 25 വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം മൂലം നമുക്ക് എന്ത് ആത്മീയ വരമാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് വീണ്ടും പൗലോസ്ലീഹ ആവർത്തിച്ച് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. അവിടെ ക്രിസ്തു നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു, അതുവരെയും ദൈവത്തിൻ്റെ ക്രിസ്തീയമായ ദൗത്യം എന്തായിരുന്നു? മനുഷ്യമക്കളായ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ മനുഷ്യനും ദൈവവുമായുള്ള ഒരു പാലമായി യേശു ക്രിസ്തു നിലകൊണ്ടു. ആ ക്രിസ്തുവാകുന്ന പാലത്തിലൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ച നാം ഇനി ദാസരല്ല, സ്വന്തം മക്കളത്രേ. സ്വന്തം മക്കളെങ്കിലോ ദൈവത്തിൻ്റെ സർവ്വ രാജ്യത്തിനും നാം ഓഹരിക്കാരാകുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം വളരെ പ്രസ്താവ്യമാണ്.
യേശു തമ്പുരാൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ യേശുവിൻ്റെ കല്ലറയിലേക്ക് ചെന്ന മഗ്ദലനക്കാരി മറിയയും മറ്റ് സഹോദരികളും കടന്നു ചെന്നിട്ട് മഗ്ദലനക്കാരി മറിയ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ യേശു തമ്പുരാൻ അവൾക്ക് പ്രത്യക്ഷനായി. അവളോട് പറഞ്ഞത്, നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറയുക എന്നാണ് ഉയർപ്പിൻ്റെ പ്രഖ്യാപനം മഗ്ദലനക്കാരി മറിയയിലൂടെ തൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ ശിഷ്യന്മാരെ യേശു തമ്പുരാൻ അഭിസംബോധന ചെയ്തത് എൻ്റെ സഹോദരന്മാർ എന്നാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ എന്നുള്ള പദവിയിലേക്ക് ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം മൂലം നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഈ സഹോദര എന്നുള്ള സംബോധനയിലൂടെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. ക്രിസ്തുവാകുന്ന ഒരു വാതിൽ നമുക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈശ്വരൻ പറഞ്ഞു, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ ആം ദ ലൈഫ്. നോ വൺ കം ടു മൈ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തുറക്കപ്പെട്ടതായ വഴിയാണ് ലോകരക്ഷകനായ യേശു ക്രിസ്തു. അങ്ങനെ ക്രിസ്തു തൻ്റെ മരണം മൂലമാണ് പിതൃസന്നിധിയിലേക്ക് നമുക്ക് വഴി വെട്ടിത്തുറന്നത്. വീണ്ടും 22-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ക്രിസ്തുവാകുന്ന മഹാപുരോഹിതനെക്കുറിച്ചാണ് വീണ്ടും പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. മനുഷ്യരുടെ എല്ലാ ബലഹീനതകളും അവരുടെ കുറവുകളിലും സഹതപിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു എന്ന് 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം. നമ്മളുടെ ബലഹീനതകളെയും കുറവുകളെയും എല്ലാം അറിയുന്നവനാണ്. പാപമൊഴികെ മനുഷ്യനോട് എല്ലാ ഭാവങ്ങളിലും താതാത്മ്യപ്പെട്ട ദൈവപുത്രൻ്റെ അടുക്കലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് നാം ഉറപ്പോടും ധൈര്യത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ യേശുക്രിസ്തുവിനെ സമീപിക്കണം എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാമോദീസായിലൂടെ നമ്മൾ കഴുകപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയവും വെടിപ്പുള്ളതായി തീരണം. ക്രിസ്തുവിൽ മാമോദീസ ഏറ്റവരായ നമ്മൾ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞ് നമ്മളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ആത്മീകമായി വളരുവാനായിട്ട് സാധിക്കണമെന്നും മാത്രമല്ല, ക്രിസ്തുവിനോട് നമ്മൾ അടുത്ത് ചെല്ലണം. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ നമ്മളുടെ ആരാധനയിലൊക്കെയും ആവർത്തിച്ച് കേൾക്കുന്നതായ വേദഭാഗമാണ് ക്രിസ്തുവിനോട് അടുത്ത് ചെല്ലുവാൻ. അത് ആരാധനയിലൂടെ ആ ആത്മീകമായ വരം നമ്മൾ അനുഭവിക്കണം. ക്രിസ്തുവിനോട് അടുത്ത് ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാത്രമല്ല, ക്രിസ്തുവിനോട് അടുത്ത് ചെല്ലുന്നതോടൊപ്പം തന്നെ ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ച് 23-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. വിശുദ്ധ മാമോദീസായിൽ നമ്മൾ വ്യക്തമായിട്ട് ഏറ്റുപറയുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ, അവനിലുള്ള വിശ്വാസത്തെ നാം ഏറ്റുപറയുന്നു എന്ന് മാത്രമല്ല, അത് ഓരോ ആരാധനയുടെ സമയത്തും ആ പ്രാർത്ഥന ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷങ്ങളിലും ആ പ്രത്യാശയുടെ ദീപനാളം നമ്മളുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടേയിരിക്കണം. അത് കെട്ടുപോകുവാനായിട്ട് ഇടയായിത്തീരരുത്. ആത്മപ്രകാശം എപ്പോഴും ജ്വലിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കണം. ആത്മപ്രകാശം കെട്ടുപോയവരായി തിന്മയിലേക്ക് വീണുപോകുവാൻ ഇടയായിത്തീരരുത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം അവൻ വാഗ്ദാനം ചെയ്തവൻ ക്രിസ്തു, അവൻ വിശ്വസ്തനാണ്. മനുഷ്യർ ഒരുപക്ഷെ വാക്ക് പാലിക്കുന്നതിൽ നിന്ന് പിന്മാറിപ്പോകും.
എന്നാൽ യേശു തമ്പുരാൻ ക്രിസ്തു വാക്ക് പാലിക്കുന്നവനാണ്. അവനെല്ലാ കാലത്തും വിശ്വസ്തനായി നിലകൊള്ളുന്നതായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്നേഹപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കണം. ആരാധനയോടും വിശ്വാസത്തോടുമൊപ്പം സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. യേശു തമ്പുരാൻ നമ്മോട് കൽപ്പിച്ചതും അത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. അതാകുന്നു പുതിയ കൽപ്പന. അപ്പോൾ ക്രിസ്തു തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയും പരസ്പര സ്നേഹമുള്ളവരായി ആരാധനയുടെ അനുഭവത്തിൽ ദൈവത്തെ മഹത്വപ്പെടുന്നവരായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അടിസ്ഥാന ജീവിത പ്രമാണങ്ങളായ 3 സുഹൃതങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത, പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ, സ്നേഹത്തിൻ്റെ സേവനം, അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്വർഗീയമായ ചൈതന്യമാണെന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആരാധനാ സമ്മേളനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനായിട്ട് നമുക്കിടയാകരുത്. ക്രിസ്തീയ ജീവിതം അത് ക്രിസ്തു വിശ്വാസത്തിൽ രൂഢമൂലമായി വളരുവാനും നമ്മിൽ ലഭിച്ചതായ പരിശുദ്ധാത്മാവിൻ്റെ ദീപനാളങ്ങൾ അനുദിനം പ്രശോഭിക്കുവാനും ഇടയായിത്തീരണമെങ്കിൽ ആരാധനാ കൂട്ടായ്മകളിൽ നമുക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ക്രിസ്തീയ കൂട്ടായ്മ വളർത്തുന്നതിനും ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തുന്നതിനും ആരാധനകളിൽ സംബന്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് 2-3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, അവിടെ സമ്മാനാർഹമായ ആത്മധൈര്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ വേദഭാഗത്തിൽ നമ്മൾ ആദ്യമേ തന്നെ കാണുകയുണ്ടായി, ഒരുപാട് പീഡകളും പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയുമൊക്കെ കടന്നുപോയവരാണ് ആദിമ ക്രിസ്ത്യാനികൾ. ഒരുപാട് പരീക്ഷകളും കഷ്ടതകളുമൊക്കെ യെരുശലേമിൽ അവർക്ക് നേരിടേണ്ടതായി വന്നു. റോമിലെ വിശ്വാസികൾ നീറോയുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി. അപ്പോഴും അവർ മറ്റുള്ളവരുടെ കഷ്ടതകളിൽ സഹതപിക്കുവാനും അവരുടെ വേദനകളിൽ പങ്കുചേരുവാനുമായിട്ട് അവർ ശ്രമിച്ചു എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പൗലോസ്ലീഹ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നന്മ പ്രവർത്തികളിലൂടെ സ്വർഗീയമായ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുവാൻ നമുക്ക് സാധിക്കണം. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീനെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യത്തിൽ കള്ളനടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴുകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് തിരുവചനത്തിലൂടെ മശിഹ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ഭൂമിയിലാകരുത്. അതാണ് ആത്മപ്രകാശം എന്ന് പറയുന്നത്. കർത്താവിനെ മണവാളിനെ എതിരേൽക്കുവാനായിട്ട് പോയ 10 കന്യകമാരിൽ 5 പേർക്ക് ആ ആത്മപ്രകാശമുണ്ടായിരുന്നു. അവരുടെ വിളക്ക് പ്രകാശിച്ചുകൊണ്ടേയിരുന്നു, കരിന്തിരിയല്ലായിരുന്നു. അങ്ങനെ അവരുടെ ആത്മപ്രകാശം ജ്വലിച്ചുകൊണ്ടിരുന്നതിനാൽ മണവാളൻ വന്നപ്പോൾ മണവാളനോടൊപ്പം മണവറയിൽ പ്രവേശിക്കുവാനായിട്ട് ബുദ്ധിയുള്ള 5 കന്യകമാർക്ക് സാധിച്ചു. എന്നാൽ വിളക്കിൽ എണ്ണയില്ലാതിരുന്ന പ്രകാശം കെട്ടുപോയ 5 പേർക്ക് മണവാളനോടൊപ്പം മണവറയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മപ്രകാശം ജ്വലിക്കുന്നവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. 35-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മധൈര്യം പരിത്യജിച്ച് കളയരുത്. അപ്പോൾ ഒന്നാമതായിട്ട് 32-ാമത്തെ വാക്യത്തിൽ സമ്മാനാർഹമായ ആത്മധൈര്യമുള്ളവരായിരിക്കണം നമ്മൾ. പീഡനങ്ങളിലൂടെയും കഷ്ടതയിലൂടെയും കടന്നുപോയ മക്കളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അവരുടെ വേദനകളിൽ പങ്കുചേരുകയും ചെയ്ത മക്കളോടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ധൈര്യമുള്ളവരായി ആത്മധൈര്യം പ്രാപിക്കുവാനായിട്ട് സാധിക്കണം. വീണ്ടും ആ ആത്മധൈര്യം നിങ്ങൾ പരിത്യജിച്ച് കളയരുത്. ഈ എബ്രായ ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചതായ ഒരു കാര്യമുണ്ട്. ആദിമ ക്രൈസ്തവ സഭയിൽ ധാരാളം പീഡനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വന്നപ്പോൾ പലരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റപ്പെടുന്നവരായി തീർന്നു പോയിട്ടുണ്ട്. അവരെ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും ആത്മധൈര്യം കൊടുക്കുവാനും വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിർത്തുവാനും തക്കവണ്ണം തുടക്കം മുതൽ തന്നെ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും 35-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ ആത്മധൈര്യം പരിത്യജിച്ച് കളയരുത്. കാരണം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഞാനും നിങ്ങളും, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും, വീണ്ടെടുപ്പിൻ്റെ മക്കളായ ഞാനും നിങ്ങളും, ആ വീണ്ടെടുപ്പിൻ്റെയും സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെയും അനുഭവത്തിൽ നിന്ന്, ദൈവികമായ പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വീണു പോകുവാൻ, പിന്മാറിപ്പോകുവാൻ, ആത്മധൈര്യത്തിൽ നിന്നും പിന്നോട്ട് പോകുവാനും ആത്മധൈര്യം പരിത്യജിച്ചു പോകുവാനും നമുക്കിടയാകരുത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെയോ, പ്രത്യാശയുടെ ഒരു മൂല്യം കർത്താവിൻ്റെ പുനരാഗമനം ആസന്നമാണ് എന്നുള്ള പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സഭയിൽ കർത്താവ് വേഗം വരും എന്നുള്ള പ്രത്യാശ അന്നു മുതൽ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോൾ സ്വർഗീയമായ പ്രതിഫലം നമുക്ക് തരും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, നിങ്ങളുടെ നിക്ഷേപങ്ങൾ പുഴു അതുപോലെ തന്നെ തുരുമ്പും കെടുക്കാത്തതായ സ്വർഗത്തിൽ വേണം നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുവാൻ. അഴിഞ്ഞു പോകുന്ന ഇടത്തല്ല, അഴിഞ്ഞു പോകാത്ത ഇടത്ത് നമ്മളുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കണം. വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുവാനായിട്ട് രാജാതിരാജാവായ മശിഹാ തമ്പുരാൻ വീണ്ടും എഴുന്നള്ളി വരുമ്പോൾ, പുനരാഗമനം ചെയ്യുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്ന നീതിമാന്മാർക്ക് ദൈവം പ്രതിഫലം നൽകും. അല്ലാത്തവർ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന് ആധാരമായ വിശ്വാസത്തെ മുറുകെ പിടിക്കണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു തമ്പുരാനും നമ്മോട് പറഞ്ഞു, ആരാണ് വിശ്വസ്തനായ ദാസൻ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായി കാണുന്നവൻ ഭാഗ്യവാൻ. ഉണർവുള്ളവനായിട്ട് തന്നെ ഏൽപ്പിച്ചതായ കാര്യവിചാരകത്വം മുടക്കം കൂടാതെ, അലസത കൂടാതെ ചെയ്യുന്ന വിശ്വസ്തനായ കാര്യസ്ഥനായി നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അപ്പോൾ യേശു തമ്പുരാൻ പറയുന്നു, ആരാണ് ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസൻ? തൻ്റെ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായി കാണുന്നവനാണ് ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസൻ. തൻ്റെ കൂട്ടാളികളോടൊപ്പം മദ്യപിക്കുവാനും കലഹമുണ്ടാക്കുവാനും അങ്ങനെ ലോകത്തിൻ്റേതായ തിന്മകളിൽ വീണുപോകുവാനും ഇടയായി തീരുന്നവരെ പുറന്തള്ളിക്കളയുമെന്നും അവിടെ ദൈവം നൽകിയതായ താലന്തുകളെ
ദൈവം നൽകിയതായ അനുഗ്രഹങ്ങളെ, പരിശുദ്ധാത്മ നൽവരത്തെ, പരിശുദ്ധാത്മ പ്രകാശത്തെ, അതിനെ 30, 60, 100 മേനിയായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുന്നവനോട് യജമാനൻ പറയും, വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അപ്പോൾ ആ ക്രിസ്തീയമായ പ്രതിഫലം എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള പ്രത്യാശയോടുകൂടെ നമ്മളുടെ ജീവിതത്തെ ക്രിസ്തുവിൽ അടിയുറച്ച് നിലനിർത്തുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്ന് ഈ 10-ാമത്തെ അധ്യായത്തിലൂടെ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ നമുക്ക് ദൈവം തമ്പുരാൻ ഒരുക്കിയിരുന്ന നൽകപ്പെടുന്ന ആത്മീയമായ നൽവരങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ 10-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വളരെ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വിളക്ക് മരത്തിൽ വിളക്കില്ല എങ്കിൽ, വെളിച്ചമില്ല എങ്കിൽ വിളക്ക് മരത്തിന് പ്രസക്തിയില്ല. വിളക്ക് മരത്തിന് പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. മറ്റുള്ളവർക്ക് വെളിച്ചം കാണുവാൻ സാധിക്കുന്നത് വിളക്ക് മരത്തിൽ വിളക്കുള്ളത് കൊണ്ടാണ്. ലൈറ്റ് ഹൗസിൽ ലൈറ്റില്ല എങ്കിൽ അത് വെറും ഹൗസായി മാത്രം മാറും. ലൈറ്റ് ഹൗസിൽ ലൈറ്റ് ഉള്ളപ്പോഴാണ് അതിനെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അത് ചുറ്റുപാടുമുള്ളവർക്കെല്ലാം പ്രകാശം പരത്തുന്നു. അതുപോലെ ആത്മപ്രകാശമുള്ളവരായി, കെട്ടുപോകാത്ത വെളിച്ചമുള്ളവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.